അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചു. നമ്മൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ ഗെയിം അസറ്റ്സിനെ ഡൗൺലോഡ് ചെയ്യാമെന്നും അതെങ്ങനെ നമ്മൾ ഈ ഗെയിമിൽ ഇമ്പോർട്ട് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ ഈ ഗെയിം അസറ്റ്സ് എവിടെ നിന്ന് എടുക്കാം, എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് എടുക്കാനുള്ള പോസിബിലിറ്റീസ് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നിങ്ങൾ ഫ്രീ ഗെയിം അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പോസിബിൾ ആയിട്ടുള്ള സൈറ്റ്സ് കിട്ടും. അപ്പോൾ ഇതിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന 2D ഗെയിമിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കെന്നി എന്ന് പറഞ്ഞ അസറ്റാണ്. കെന്നി അസറ്റ്സും അതേപോലെ തന്നെ കെന്നി അസറ്റ്സ് യൂസ് ചെയ്യാണ്. അതിൽ ഇപ്പോൾ ഇത് നിങ്ങൾ കെന്നി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് വരുന്ന റിസൾട്ട് അത് ഈ കെന്നി അസറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ അസറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ സൗണ്ട്, നമ്മൾ ഈ അസറ്റ്സിൽ ആകെ സ്പ്രൈറ്റ്സും ഇങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ സൗണ്ട് വേണം. അപ്പോൾ അതിന് സൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ സൗണ്ട് ഇമേജ് എന്ന് പറഞ്ഞ ഒരു സൈറ്റാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. soundimage.org. ഈ ഒരു സൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഗെയിം സൗണ്ട്സ് അല്ലെങ്കിൽ പല വെറൈറ്റി സൗണ്ട്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഫ്രീ അസറ്റ്സ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഓരോ സെലക്ഷൻസ് അല്ലെങ്കിൽ ഓരോന്നിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ സൗണ്ടുകൾ എടുക്കാം. അപ്പോൾ അത് ഗെയിമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓരോ സൗണ്ടുകളോട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് ഐഡിയ കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ കെന്നി അസറ്റ്സും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഗെയിമിന് വേണ്ടി അസറ്റ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് എടുക്കണം. അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റിൽ തന്നെ ഇവിടുന്ന് ഒരു അസറ്റ്സ് ഞാൻ ഫൈൻഡ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ മാൻ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ മാൻ വെച്ചിട്ട് എന്താണ് നമുക്കിവിടെ സെർച്ച് ചെയ്ത് കിട്ടുന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ പസിൽസ് എന്ന് പറഞ്ഞൊരു അസറ്റ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമൊന്നുമില്ല, നമുക്കൊന്നുകൂടി നോക്കാം. എന്താ പറയുക, ഒരു മാൻ അല്ലെങ്കിൽ റൺ കൊടുക്കുക. നമുക്ക് റൺ കൊടുത്തിട്ട് എന്താണ് വരുന്നത് നോക്കാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ വേറെ അസറ്റ്സ് ക്യാരക്ടർ അസറ്റ് വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ 3D ആണ്, നമുക്ക് വേണ്ടി 2D ആണ്. അപ്പോൾ 2D അസറ്റ്സിന് വേണ്ടി ഞാൻ ഇവിടെ സെർച്ച് നോക്കുകയാണ്. 2D അസറ്റ്സ് ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ അസറ്റ്സ് ഉണ്ട്. ഇതിൽ നമുക്ക് ഏതൊരു സ്പ്രൈറ്റ്സ് അല്ലെങ്കിൽ ഏതൊരു ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിൽ നോക്കുന്നതാണെങ്കിൽ വേറെ കുറച്ചുകൂടി ഇതായിട്ട് വരുന്ന ഒരു ക്യാരക്ടേഴ്സ് കാണുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ക്യാരക്ടർ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ക്യാരക്ടർ വെച്ച് നമുക്കിവിടെ ഗെയിമിൻ്റെ ഒരു ഇതിന് ആവശ്യം വരുന്ന രീതിയിൽ എടുക്കാവുന്നതാണ്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓരോ ക്യാരക്ടേഴ്സ് എത്രത്തോളം വൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എത്രത്തോളം ഇതുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, അത് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഓരോ ക്യാരക്ടേഴ്സ് കാണാം. അപ്പോൾ ഈ ഓരോ ക്യാരക്ടേഴ്സിനുള്ള സ്പ്രൈറ്റ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് കാണാം. ഇവിടെ PNG എടുത്ത് പാർട്സ് ഓപ്പൺ ചെയ്ത് നോക്കണം. ഓരോ പാർട്സായിട്ട് ഓരോ ക്യാരക്ടറിൻ്റെ ഓരോ പാർട്സാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡ്, ഹെഡ് ഓരോ പാർട്സ് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് കസ്റ്റായിട്ട് അനിമേഷൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഓരോ പോസസ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഓരോ ക്യാരക്ടറിനും ഓരോ പോസുകളുണ്ടാവും. അപ്പോൾ ഓരോ പോസുകൾ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഓരോ ക്യാരക്ടറിനും ഓരോ പോസുകളുണ്ട്. അപ്പോൾ ഇത് ഇതിലൊന്നും നിങ്ങൾക്ക് റണ്ണിങ് അല്ലെങ്കിൽ ഓരോന്നിനും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ബിഹൈൻഡ് അങ്ങനെ ഓരോ രീതിയിൽ നിങ്ങൾക്ക് ഈ ഓരോ ക്യാരക്ടേഴ്സിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഓരോ പൊസിഷനുകളാണ് അല്ലെങ്കിൽ ഓരോ പോസുകളാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകണം ഈ ഒരു ക്യാരക്ടേഴ്സിനെ എന്താണ് നമുക്ക് ഗെയിമിൽ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ മെയിൽ അഡ്വഞ്ചർ അങ്ങനെ ഓരോ രീതിയിലുണ്ട്. അതുപോലെ സോംബീസ് ഉണ്ട്. ഞാൻ നോക്കി കഴിഞ്ഞാൽ ഇതിൽ സോംബീസിൻ്റെ അസറ്റ്സ് വരുന്നുണ്ട്, അതും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ടൈൽസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടൈൽസ് നോക്കാം നമുക്കൊന്ന്. സോംബീസിൽ ടൈൽ ഷീറ്റ് വരുന്നുണ്ട്. ടൈൽ ഷീറ്റ് എങ്ങനെയാണ് അവർ കൊടുക്കണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് മൊത്തത്തിലുള്ള ക്യാരക്ടറിൻ്റെ ടൈൽ ഷീറ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് അല്ല നമ്മൾ ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷന് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് എക്സ്ട്രാക്റ്റ് ചെയ്യണം. എക്സ്ട്രാക്റ്റ് ഓൾ കൊടുത്തിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഗെയിമിൻ്റെ സൗണ്ട്സും നമുക്ക് ഇതേപോലെ തന്നെ കൊടുന്നിടാവുന്നതാണ്. ഈ ഒരു സൗണ്ട് ഞാൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഏതെങ്കിലും സൗണ്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സ്പോർട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് അതിൽ ഏതെങ്കിലും സൗണ്ട്സ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് അതും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇത് ഒരു സൗണ്ടാണ് ഗെയിമിൻ്റെ. അപ്പോൾ ഇതേപോലെ ഓരോ സൗണ്ട്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇത് ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്യണം. ഈ ഒരു സൗണ്ട് എനിക്ക് വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് അപ്പോൾ ഒരു സൗണ്ട് മാത്രമേ ഞാൻ ഇപ്പോൾ എടുക്കണുള്ളൂ. നമുക്ക് ഒരുപാട് സൗണ്ട്സ് എടുക്കാം. ഈ ഒരു സൗണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഗെയിമിൽ എങ്ങനെ കൊടുന്ന് അപ്ലൈ ചെയ്യുന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സൗണ്ട് കാണാം. അപ്പോൾ ഇത് രണ്ടും വന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഗെയിം നമ്മൾ മുമ്പ് ഉണ്ടാക്കി വെച്ച ഫസ്റ്റ് ഗെയിം ഇതിൽ നിങ്ങളിവിടെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ പാത്ത് സ്പെസിഫൈ ചെയ്യാൻ കാണാം. അപ്പോൾ ഈ ഒരു പാത്ത് നിങ്ങൾക്ക് എടുത്ത് കഴിഞ്ഞാൽ ഇത് എവിടെയാണ് ഗെയിമിൻ്റെ എസൈറ്റ് പാത്ത് അല്ലെങ്കിൽ ഇത് കിടക്കുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗെയിം തന്നെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗോഡോട്ടിൻ്റെ ആ ഒരു ഇൻ്റർഫേസിൽ ഇത് ഓപ്പൺ ആവണം കാണാം. അതിലിവിടെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത അസൻസ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇമ്പോർട്ട് ചെയ്ത അസൻസ് വരുന്നതിനായിട്ട് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്യണം, അതൊന്ന് ഈ ഒരു ഫയലിലേക്ക് എല്ലാം മൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് എപ്പോഴും ഒരു ഗെയിം ചെയ്യുമ്പോൾ അതിന് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. കാരണം വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോന്നിനും ഡൗട്ടുള്ള ആൾക്കാർക്ക് എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആവും നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്ത് വെച്ചതെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. ഞാനിവിടെ ഓഡിയോ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഓഡിയോസിന് വേണ്ടിയിട്ട്
ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബീജം എന്ന് പറഞ്ഞിട്ട് നമുക്കാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് റീഡബിൾ ആണോ ഏതാണോ ആ രീതിയിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഒരു മ്യൂസിക് യൂസ് ചെയ്യണം. ഞാൻ അവിടെ കൊടുന്നു വിട്ടു. അത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ ഇതിനുള്ളിൽ ഓരോന്നായിട്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തെന്ന് വെച്ചാൽ ഞാൻ ടെക്സ്റ്റേഴ്സാണ്. അപ്പോൾ ഞാൻ അവിടെ അടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇതിന് ഈ ഓരോ സ്പ്രൈസ് പോലെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തിട്ടാണ് ടെക്സ്റ്റർ. ഓക്കെ, അത് ഞാൻ കൊടുന്ന് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഓരോ അസറ്റ്സ് അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ക്യാരക്ടർ അതിന് വേണമെങ്കിൽ കൊടുക്കാം. അല്ലാതെ നമുക്ക് എനിമീസ് കൊടുക്കാം. അങ്ങനെ ഓരോന്നും വേണമെങ്കിൽ കൊടുക്കാം. നമ്മുടെ ക്യാരക്ടേഴ്സ് ഓക്കെ, ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഈ കെന്നി അസറ്റ്സിൻ്റെ ഉള്ളിലുള്ള ഈ ഓരോ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു 4 ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ക്യാരക്ടേഴ്സ് ഇവിടെ വരുന്ന കാണാം. അപ്പോൾ ഇവിടെ ടെക്സ്ചറിൽ ഓരോന്നും കാണാം. അതേപോലെ തന്നെ ടൈൽ സെറ്റും കൂടി നമുക്ക് ഗെയിമിൽ ആവശ്യമാണ്. അപ്പോൾ ടൈൽ സെറ്റും കൂടി കെന്നി സൈറ്റ്സിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ടൈൽസ് നോക്കാം നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. എന്നിട്ട് നമുക്ക് അതിൽ ഏതൊരു ടൈൽ സെറ്റും കൂടി നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ടൈൽസ് കൊണ്ട് സെർച്ച് ചെയ്യുമെന്ന്. ഓക്കെ, ടൈൽസ് ഏതാണ് നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ ഫ്ലോറിങ്ങിനാണ് നമ്മൾ ഈ ടൈൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ഓരോന്നിൽ വെക്കേണ്ടത്, അതിനാണ് നമ്മളിവിടെ ടൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ടൈപ്പ് സെറ്റ് മതി. അപ്പോൾ ഞാനത് എടുക്കുകയാണ്. ഇതിൽ കുഴപ്പമില്ലാത്തൊരു വ്യൂ ഉള്ളതുണ്ട്. അപ്പോൾ ഇവിടെ ഇതും ഡൗൺലോഡ് ചെയ്യണം. ഇതും ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഫയലിലേക്ക് അത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ ഡൗൺലോഡ്സിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഈ ഡൗൺലോഡ്സിൽ എന്ത് ചെയ്യണം, ഇത് ഞാൻ എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ട് ഓള് അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഇതിപ്പോൾ മൊത്തത്തിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ചിലപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ടൈൽസ് ഉണ്ട് തോന്നുന്നു, കാരണം അത്രയും ഫയൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഓൾറെഡി ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ച് റീപ്ലേസ് ചെയ്യണമെന്നാവും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ഞാൻ വീണ്ടും യൂസ് ചെയ്യാണ്. പിന്നെ സിസ്റ്റത്തിൽ ഉണ്ടാവും ഇത്. അപ്പോൾ അങ്ങനെ എടുക്കാം. അപ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈൽസിന് നമ്മൾ ഈ ഒരു ഫോൾഡറിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ഫോൾഡറിൽ ടൈൽസും പേരെടുക്കുകയാണ്. ഓക്കെ, ഞാൻ അതിന് നെയിം ചെയ്യാണ് ടൈൽസ്. ഈ ടൈൽസ് നെയിം കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി ഓരോന്നിനെയും കൊണ്ടുവരണം. അപ്പോൾ ഇനി അടുത്തത് ഈ ഒരു ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അവിടേക്കാണ് ഞാൻ ഈ ഒരു ടൈൽസിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊന്ന് നോക്കാം എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്താണെന്നുള്ളത്. അവിടെ നോക്കി കഴിഞ്ഞാൽ അത് ഓൾറെഡി എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. അത് ഇവിടെ എവിടെയാണ്, അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആവണില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഫയൽ നെയിം ഒന്ന് സെർച്ച് നോക്കാം. പ്ലാറ്റ്ഫോം ഓക്കെ, പ്ലാറ്റ്ഫോം എന്നാണ് ഞാൻ സെർച്ച് ചെയ്യണം. ഇവിടെ എക്സ്ട്രാക്ട് ചെയ്ത് വല്ലതും ഉണ്ടെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ പ്ലാറ്റ്ഫോം എക്സോപ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണാം. അപ്പോൾ ഇത് ടൈൽസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ എടുത്ത് നോക്കാം. ഓക്കെ, ഇതൊരു ടൈൽ സെറ്റാണ്. അപ്പോൾ ഇത് നമുക്കാണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് തന്നെ ഞാൻ എടുക്കുകയാണ്. നമ്മളോട് സാമ്പിൾസ് അല്ലെങ്കിൽ ഗെയിമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇത് തന്നെ ഇതിൻ്റെ ടൈൽ ഷീറ്റ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്സോ എനിമീസോ ഓക്കെ ഗെയിമിൽ കംപ്ലീറ്റ് സെറ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. എനിമീസ് ഉണ്ട്, അതുപോലെ തന്നെ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഏതൊക്കെ ഗെയിമിൽ വേണ്ട ഐറ്റംസ് അതിവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ അതേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ പ്ലെയർ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള പ്ലെയർ ബ്ലൂ അല്ലെങ്കിൽ ഓരോ പ്ലെയേഴ്സിനും ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഈ പ്ലെയേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് നല്ല നമ്മളെ എന്താ പറയുക നമുക്ക് ഇഷ്ടമാണ് ഒരു പ്ലെയറിനെ കൊണ്ടുവരാം. അതുപോലെ ടൈൽസ് ഇവിടെ വരുന്നുണ്ട്. ബ്ലൂ ടൈൽസ് നമുക്ക് ഓരോ രീതിയിലുള്ള ടൈൽസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഫോൾഡറിനെ നമുക്ക് അങ്ങോട്ട് എടുക്കാം. ഈ നല്ല ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു ഫോൾഡറിനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഞാൻ കോപ്പി ചെയ്തിട്ട് നമുക്കതിവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ടൈൽസ് എന്ന് പറഞ്ഞ ഫോൾഡർ യൂസ് ചെയ്യണില്ല. അതിന് പകരം ഞാൻ വേറെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യണം. ഇവിടെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ ഇത് കൊടുന്ന് വെച്ചുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് പ്ലേയേഴ്സുകൾ ഓരോന്നും. അപ്പോൾ ഈ രീതിയിൽ അത് അസറ്റ്സ് കൊടുന്ന് വെച്ചു. ഓക്കെ, നമുക്ക് ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഗെയിമിലേക്ക് ഇമ്പോർട്ട് ആവുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇവിടെ ഞാൻ വന്ന് നോക്കി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ട് ആവുന്ന കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ സെലക്ട് ചെയ്ത ഓരോ സ്പ്രൈറ്റ്സ് അല്ലെങ്കിൽ ഓരോ എലമെൻറ്റ്സ് ഇവിടെ ഇമ്പോർട്ട് ആവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓരോന്നും ഈ ഒരു രീതിയിൽ ഇമ്പോർട്ട് ആവുന്ന കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത് റെസ്പോണ്ട് ആവുന്നതിൽ കുറച്ച് ലോഡായിട്ടുള്ള ഫയൽസ് ആയിരുന്നാവാം. അപ്പോൾ ഞാൻ അടുത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ വീണ്ടും ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ അവിടെ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്ക്രിപ്റ്റ്സ് നമ്മൾ ഗെയിമിൽ എന്തൊക്കെ കോഡുകൾ കൊടുക്കുന്നോ അതിന് കൊടുത്ത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. സീൻസ് ഞാൻ സീൻസ് കൊടുക്കുകയാണ്. സീൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ഗെയിമിൻ്റെ ഓരോ സീക്വൻസ് ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സീൻസ് ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ആയി വന്നത് കാണാം. അപ്പോൾ ആ ഹാങ് മാറിയിട്ട് ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാണ് ആഡ് ചെയ്തത് ആ എലമെൻറ്റ്സ് ഒക്കെ ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഓരോന്നും കാണാം. ഇതൊരു 2D എലമെൻ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയയിൽ ഇത് കാണാം. ഇതൊക്കെ ഓരോ എലമെൻറ്റ്സ് നമ്മളവിടെ എങ്ങനെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ.
നമുക്ക് ഇവിടെ നിന്നുണ്ടെങ്കിൽ ക്യാരക്ടേഴ്സും ഇതേപോലെ തന്നെ നമുക്ക് ഡ്രാഗ് ചെയ്തിടാം. അപ്പോൾ ജസ്റ്റ് എന്തൊക്കെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്താണെന്നുള്ളതിൻ്റെ പാർട്ട് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഇവിടെ കാണാം. അപ്പോൾ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനത്തെ ഒരു സ്പ്രൈറ്റ്സിനെ ഇവിടെ കൊടുത്തിട്ട് ഇത് ഹാൻഡിൽ ചെയ്യണതും അതെങ്ങനെ കൊണ്ടുവരാം അല്ലെങ്കിൽ നമ്മൾ ഗെയിമിനനുസരിച്ച് ഹാൻഡിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയാണ് ഇമ്പോർട്ടിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് ഈ പ്ലെയേഴ്സിനെ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഓടിയാനും നമ്മുടെ കീബോർഡിൻ്റെ ആക്ഷൻസോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റ്സ് വെച്ചിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഗെയിം ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ ഗെയിം ഡെവലപ്മെൻറ്റ് പാർട്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കേരള ഗെയിം ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട്. നല്ലൊരു ഗെയിം ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റി തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയെ കുറിച്ച് നിങ്ങൾ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ മനസ്സിലായി നിൽക്കുന്നു. താങ്ക് യു.